ഹായ് മക്കളെ, നിങ്ങൾക്ക് നെല്ലിക്കാപ്പറമ്പിൽ ജനങ്ങളെ പറ്റി അറിയണം എന്നാൽ ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ പോയി. ഹായ്, ഷ്യാബാണേ. നാട്ടുകാരും നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള എന്ത് വിഷയത്തിലും പങ്കെടുത്തുകൊണ്ട്, അത് നമ്മുടെ ഒരു ചാരിറ്റി പ്രവർത്തനമാണെങ്കിലും മറ്റുള്ള എന്ത് പിരിവായിക്കോട്ടെ, അവർ മുൻപന്തിൽ നിന്നുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം വിജയിപ്പിക്കാൻ വളരെയധികം പ്രയത്നിക്കുന്ന കുറച്ച് അധ്യാപകരുണ്ട് നമ്മുടെ നാട്ടിൽ. അതോടൊപ്പം തന്നെ അവരെ കൂടെ നമ്മുടെ കുറച്ച് ക്ലബ്ബ്, എൻ്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന, ഇതിൽ കുറച്ച് യുവാക്കളും, ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇവർ ഇടപെട്ടുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ വളരെയധികം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്ന് നമ്മളെ ആശ്വാസ് പാലിയേറ്റീവിൻ്റെ ഒരു ഫണ്ട് കൈമാറ്റ ചടങ്ങാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. വാ. ഇതിൻ്റെ പ്രധാന പ്രവർത്തകരായ നമ്മുടെ ഖാദർ സാഹിബും അതുപോലെ തന്നെ സലീമാസും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ നാട്ടിലെ നെല്ലിക്കാപ്പറമ്പ് നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖരായ ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ടൈമിന് നമുക്ക് ഇത്രയും ആളുകളെ 8 മണിക്കൊക്കെ കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ കൂടിയിരിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ രോഗികളെയും ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കുന്ന ആശ്വാസ് പാലിയേറ്റീവ് റമദാനിനോടനുബന്ധിച്ച് ഒരു കലക്ഷൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നമ്മുടെ നെല്ലിക്കാപ്പറമ്പ് ക്ലസ്റ്റർ നല്ലൊരു തുക തന്നെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,61,700 രൂപയാണ് നമ്മുടെ ഈ നെല്ലിക്കാപ്പറമ്പ് പ്രദേശത്ത് നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളെയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, പ്രവാസികളായ ആളുകൾ ഇന്ന് അവർക്ക് നാളെ ശമ്പളമുണ്ടോ, നാളെ ജോലിയുണ്ടോ എന്ന് സംശയിച്ച് നിൽക്കുന്ന, യുദ്ധത്തിൻ്റെ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ആ കൂട്ടുകാർ, അവരെ ആണ് നമ്മുടെ ഇതിലേക്ക് 80,000 രൂപ പ്രവാസികൾ തന്ന് സഹായിച്ചതാണ്. കാരക്കുറ്റിക്കൽ ആ ഫാമിലി അവരുടെ അമ്മയുടെ പേരിൽ നല്ലൊരു തുക 17,500 രൂപയാണ് നമ്മൾ ഈ സമാഹരണത്തിലേക്ക് നൽകുന്നത്.